ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണല്ലേ വന്നത്. അപ്പോൾ ഡെയിലി വ്ളോഗൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറക്കലാണ്. പകുതിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരിക വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ പോയി എന്നാൽ ഇനി വീഡിയോ വേണ്ട, പകുതി എടുത്തിട്ട് എന്താ കാര്യം വെച്ചാൽ അങ്ങനെ അവിടെ വീട്ടിലാണ്. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ വീഡിയോ ഒക്കെ ഇടാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷവായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോരാം. അപ്പോൾ നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ, ചുവപ്പ് മുളക്, അത് 10 മിനിറ്റ് വിനാഗിരിയിലും ചൂടുവെള്ളം കൂട്ടിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് വേണം, നമ്മൾ മസാല. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എത്രത്തോളം എടുക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും ഇടാം. എന്നിട്ട് അതിലേക്ക് തക്കാളി, അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മൾ ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതും ഇതും ഒരു ബന്ധമില്ല, കാരണം ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കണതാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെന്ന് വെച്ചാൽ അല്ല, അതേ ടേസ്റ്റ് അല്ല, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരട്ടെങ്കിലും ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടേണ്ടത് മല്ലിയിലയാണ്. എൻ്റെ അടുത്ത് മല്ലിയിലല്ല, വീട്ടിലുണ്ടായതാ, ഈ നാടൻ മല്ലിയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിട്ടാലും മതി, ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. പേസ്റ്റ് പോലെ ആക്കി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ പേസ്റ്റായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ നമ്മൾ, അപ്പോൾ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഉപ്പൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കണം, അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പം കൂടിയും കുറഞ്ഞു വരും. അപ്പം അങ്ങനെ ആയാൽ നമ്മൾ ഫുള്ള് ഫ്ലോപ്പായി പോവും. അപ്പം എല്ലാവരും അതിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണോ ചോദിച്ചാൽ മസ്റ്റ് ട്രൈ ആണ്. ഒരു വട്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ ചെയ്യലോ. ഞാനിത് 2 വട്ടം ചെയ്തിട്ടുണ്ട്, 2 വട്ടം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. നമ്മൾ ചിക്കനും കൂടി വലിയ പീസാക്കി വെച്ചതാണ്. അല്ലാതെ നമുക്ക് പീസാക്കാത്ത ചിക്കനും വെക്കാം, പക്ഷെ ഞാൻ പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1 ഹവറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ആ മസാല ഫുള്ളിറങ്ങി അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും ചേർക്കണില്ല കേട്ടോ, അതിന് വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കണില്ല. ഇതുപോലെ ഇട്ടാൽ മതി. ഫുള്ള് ചിക്കൻ ഇട്ടിട്ട് നമുക്കിതിൻ്റെ മസാല മേലാക്കിയിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് കാത്തു നിൽക്കാം. 3 വിസിൽ തന്നെ വരണം, മറ്റേത് 2 വിസിലാകുമ്പോൾ വേവത്തില്ല. അപ്പോൾ ഇതാ 3 വിസിൽ വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് വെക്കാൻ. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്, വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും, സ്മെല്ലും ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫുള്ള് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ കുബൂസും റൊമാലി റൊട്ടിയാണ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വേറെ എയിനും കിട്ടിയിട്ടില്ല, അതിന് കിട്ടിയ അത്ര ടേസ്റ്റ്. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോകണം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ മസാല ഉണ്ടല്ലോ, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല, അതൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ മൊരിയിച്ചെടുത്ത ചിക്കൻ, അതും കൂടി ഇതിക്കാക്കി നന്നായിട്ട് വറ്റിച്ചെടുത്താൽ നമ്മളെ ഷവായ റെഡിയായി. നല്ല മസാല ഷവായാണ്, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും, ഷുവറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.